Hello dears, welcome to the class. Today we are going to discuss about our 5th unit, Robo and Friends. റോബോയും അവൻ്റെ കൂട്ടുകാരും. Okay, let's start our class. School reopened after Christmas. ക്രിസ്മസിന് ശേഷം സ്കൂൾ തുറന്നു. Usually, Danny doesn't like going back to school after holidays. But this time he was eager to reach school. സാധാരണയായി ഡാനിക്ക് സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമല്ല ഹോളിഡേയ്സ് കഴിഞ്ഞാൽ. പക്ഷേ ഇത്തവണ അവൻ വളരെ ആകാംക്ഷയോടുകൂടി സ്കൂളിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. വൈ ഈസ് ഡന്നി ഈഗർ ടു ഗോ ടു സ്കൂൾ? എന്തിനാണ് ഡന്നി അങ്ങനെ അത്രയും ആകാംക്ഷയോടെ കാത്തിരുന്നത്? നോക്കാം. ദ സ്കൂൾ റീഓപ്പൺഡ് ആഫ്റ്റർ ദ ഹോളിഡേയ്സ്. ഹോളിഡേയ്സിന് ശേഷം സ്കൂൾ തുറന്നു. ഡാനി റീച്ച്ഡ് ദ സ്കൂൾ ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി സ്കൂളിലെത്തിയത് പുതിയ വീൽ ചെയറും കൊണ്ടാണ്. ഹായ് ഡാനി, ഹാവ് യു ഗോട്ട് എ വീൽ ചെയർ? ഹായ് ഡാനി, നിനക്ക് പുതിയ വീൽ ചെയർ കിട്ടിയോ? ഹൂ ഗാവ് യു ദിസ്? ഇത് ആരാണ് തന്നത്? ചിൽഡ്രൻ ഗാദേർഡ് അറൗണ്ട് ഡാനി ആൻഡ് ഹിസ് വീൽ ചെയർ. ഇങ്ങനെയൊക്കെ ചോദിച്ച് അവൻ്റെ ചുറ്റും കുട്ടികളിങ്ങനെ വന്നു നിന്നു. ദിസ് ഈസ് നൈസ്. ഇത് വളരെ നൈസാണ്. ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ളതാണ്. ഹൗ ക്യൂട്ട്, എന്ത് ക്യൂട്ടാണ്. ദേ ടച്ച്ഡ് ദ വീൽ ചെയർ ആൻഡ് സെഡ്. അങ്ങനെ ഡാനിയുടെ കൂട്ടുകാരെല്ലാം അവൻ്റെ വീൽ ചെയറിന് ചുറ്റും വന്ന് പറയുന്നതാണ് ഇതെല്ലാം. ലിസൺ ടു യുവർ ടീച്ചർ. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. കുട്ടികൾ ക്ലാസ്സിലേക്ക് പോയി തുടങ്ങി. ഡാനി, വി ആർ ഗോയിങ് അപ്സ്റ്റെയേഴ്സ്. ദർ ഈസ് എ മാജിക് ഷോ. ഡാനി, ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്, അവിടെ ഒരു മാജിക് ഷോയുണ്ട്. മാജിക് ഷോ? ഡാനി ആസ്ക്ഡ്. മാജിക് ഷോയോ എന്ന് ഡാനി ചോദിച്ചു. യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. ദേ റാൻ അപ്സ്റ്റെയേഴ്സ്. ഡാനി സോ എ നോട്ടീസ് ഓൺ ദ വാൾ. അപ്പോൾ മാജിക് ഷോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിലുണ്ട് എന്ന് പറഞ്ഞ് അവർ മുകളിലേക്ക് കയറിപ്പോയി. എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? എൻജോയ് ദ ഫൺ മാജിക് ഷോ. മാജിക് ഷോയാണ്. എന്നാണ്? 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ദ മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ. ഡാനി തോട്ട്. മാജിക് ഷോ നടക്കുന്നത് അടുത്ത നിലയിലാണ്. ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്, ബട്ട് ഹൗ ക്യാൻ ഐ റീച്ച് ദർ? ഹി ഫെൽറ്റ് സാഡ്. എനിക്കത് കാണണമെന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ മുകളിലേക്ക് കയറും? അവന് ദുഃഖം തോന്നി. കണ്ടില്ലേ, ഡാനി നടക്കാൻ കഴിയില്ലാത്ത ഒരു കുട്ടിയാണ് അല്ലേ? അതുകൊണ്ടാണ് വീൽ ചെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ടാണ് അവന് സങ്കടം വന്നത്. വൈ ഈസ് ഡാനി സാഡ്? നടന്ന് മാജിക് ഷോ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഡാനിക്ക് സങ്കടം വന്നത് അല്ലേ? ലിസൺ ടു യുവർ ടീച്ചർ. ഡാനി വാസ് അലോൺ ഇൻ ദ ക്ലാസ്. ഡാനി ക്ലാസ്സിൽ ഒറ്റക്കായിരുന്നു. ഹി വാസ് സാഡ്. അവൻ വളരെ ദുഃഖിതനായിരുന്നു. റോബോ നോട്ടീസ്ഡ് ഇറ്റ്. ഇത് റോബോ ശ്രദ്ധിച്ചു. ഹേ ഡാനി, വൈ ആർ യു ഗ്ലൂമി? റോബോ ആസ്ക്ഡ്. നീ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്, ഗ്ലൂമി ആയിട്ട് വിഷമിച്ച് ഇരിക്കുന്നത് എന്ന് റോബോ ചോദിച്ചു. ഐ വാണ്ട് ടു വാച്ച് ദ മാജിക് ഷോ, ബട്ട് ഐ ക്യാൻ ക്ലൈംബ് ദ സ്റ്റെയേഴ്സ്. ജസ്റ്റ് എ മിനിറ്റ്, സെഡ് റോബോ. അപ്പോൾ ഡാനി പറയാണ്, എനിക്ക് ആ മാജിക് ഷോ കാണണമെന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ മുകളിൽ കയറും, കോണി കയറുമെന്ന്. അപ്പോൾ റോബോ പറഞ്ഞു, ജസ്റ്റ് എ മിനിറ്റ്. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെയായിരിക്കും റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യുന്നത്? സിറ്റ് ഓൺ മീ ബുസ്. റോബോസ് വീൽസ് ടേൺഡ് ഇൻ ടു ചെയിൻ വീൽസ്. എൻ്റെ മുകളിലിരിക്കൂ എന്ന് പറഞ്ഞ് റോബോയുടെ വീൽസ് എന്തായി മാറി? ചെയിൻ വീൽസായി മാറി. കണ്ടില്ലേ? The wheels started rolling up the stairs. In a minute, Danny reached the first floor. അങ്ങനെ ആ വീൽസ് ഇങ്ങനെ ചുറ്റാനായിട്ട് തുടങ്ങി, മുകളിലേക്ക് കയറാനായിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡാനി മുകളിലെത്തി. He was excited. അവൻ അത്ഭുതം തോന്നി. Thank you very much, Robo. I am on this floor for the first time, Danny said. ഞാൻ ഈ ഒരു ഫ്ലോറിൽ, ഈ 1ാം നിലയിലൊക്കെ ആദ്യമാണ് വരുന്നത്. താങ്ക് യു റോബോ എന്ന് ഡാനി പറഞ്ഞു. വിൽ ദ ഫ്രണ്ട്സ് സീ ഡാനി ക്ലൈംബിംഗ് അപ്പ്? വാട്ട് വിൽ ദേ സേ? അവനിങ്ങനെ കയറി വരുന്നത് അവൻ്റെ ഫ്രണ്ട്സ് കണ്ടോ? അവർ എന്തായിരിക്കും പറയുക? ഹേ ഡാനി,
ഹൗ ഡിഡ് യു കം ഹിയർ? ദ ചിൽഡ്രൻ ആസ്ക്ഡ്. ഹേ ഡാനി, നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് കുട്ടികൾ ചോദിച്ചു. മൈ റോബോ ടുക്ക് മീ ഹിയർ, സെഡ് ഡാനി. എൻ്റെ റോബോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോബോ? ബട്ട് ഹൗ? റോബോ എങ്ങനെ? ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ, ദിസ് ഈസ് എ റോബോട്ട്, ഡാനി സെഡ്. ഇത് ഒരു വീൽ ചെയർ അല്ല, ഇതൊരു റോബോട്ടാണ് എന്ന് ഡാനി അവരോട് പറഞ്ഞു. അപ്പോൾ ഡാനിയുടെ കയ്യിലുള്ളത് ഒരു വീൽ ചെയർ മാത്രമല്ല, അതൊരു റോബോട്ടാണ് അല്ലേ? ഹീ ക്യാൻ സ്പീക്ക് ടു, അവന് സംസാരിക്കാൻ കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോബോ. റോബോ വേവ്ഡ് ഇറ്റ്സ് ഹാൻഡ്. അപ്പോൾ അവന് സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ റോബോ പറയുകയാണ്, ഹലോ ഫ്രണ്ട്സ്, ഞാൻ റോബോയാണ് എന്ന് പറഞ്ഞ് കൈയെടുത്ത് വീശി. ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? നിങ്ങൾ എവിടെയെങ്കിലും സ്പീക്കിംഗ് റോബോട്ടിനെ അല്ലെങ്കിൽ സംസാരിക്കുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ? ലിസൺ ടു യുവർ ടീച്ചർ. ഡാനി ആൻഡ് റോബോ ഹിയർഡ് എ ലൗഡ് നോയിസ് ഫ്രം ദ ഗ്രൗണ്ട്. ഡാനിയും റോബോട്ടും ഒരു വലിയ സൗണ്ട് കേട്ടു ഗ്രൗണ്ടിൽ നിന്നും. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. കുട്ടികൾ കുറച്ചുപേര് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്, ദ ചിൽഡ്രൻ സെഡ്. ഞങ്ങളുടെ ക്രിക്കറ്റ് ബോള് സൺഷെയ്ഡിൻ്റെ മുകളിലേക്ക് വീണു എന്നൊരു കുട്ടി പറഞ്ഞു. ഹൗ വിൽ ദേ ടേക്ക് ദ ബോൾ? അവർ ആ ബോൾ എങ്ങനെ എടുക്കും? ലെറ്റ്സ് റീഡ്. റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. റോബോ, നിനക്ക് സഹായിക്കാൻ കഴിയുമോ എന്ന് ഡാനി ഒരു ചിരിയോടുകൂടി റോബോട്ടിനോട് ചോദിച്ചു. ജസ്റ്റ് എ മിനിറ്റ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് റോബോട്ട് എന്ന് സൗണ്ട് ഉണ്ടാക്കി. റോബോട്ട്സ് റൈറ്റ് ഹാൻഡ് ഗ്രൂ ലോങ്. റോബോട്ടിൻ്റെ വലതു കൈ വലുതായി. ഹീ ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ് ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. അവൻ്റെ ആ കൈ കൊണ്ട് സൺഷെയ്ഡിൽ നിന്നും ബോൾ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. ഹിയർ ഈസ് യുവർ ബോൾ, ഇതാ നിങ്ങളുടെ ബോൾ എന്ന് പറഞ്ഞ്. വൗ റോബോ, യു ആർ അവർ ഹീറോ, ദ ചിൽഡ്രൻ ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. റോബോ, നീ ഞങ്ങളുടെ ഹീറോ ആണ് എന്ന് പറഞ്ഞ് കുട്ടികൾ കൈയടിച്ചു ബോൾ കിട്ടിയപ്പോൾ. ലിസൺ ടു യുവർ ടീച്ചർ. റോബോ ഹെൽപ്ഡ് ഡാനി ഈസ് ഡൂയിങ് മെനി തിങ്സ്. അങ്ങനെ റോബോ ഡാനിയെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഹീ ടുക്ക് ഡാനി ടു ദ സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് എവരിവെയർ. വൺ ഈവനിങ് ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. അങ്ങനെ സ്കൂളിലും ഹോസ്പിറ്റലിലും മാർക്കറ്റിലും എല്ലായിടത്തും ഡാനിയെ റോബോ കൊണ്ടുപോയി. ഒരു ദിവസം ഈവനിങ് ഡാനിക്ക് ഒരു ഹിൽ ടോപ്പ്, മലമുകളിൽ കയറണം എന്ന് പറഞ്ഞു. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെയായിരിക്കും ഡാനിയെ റോബോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? ജസ്റ്റ് എ മിനിറ്റ്, റോബോ സെഡ്. സൂബ് സൂബ് സൂബ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് റോബോ ഒരു സൗണ്ട് ഉണ്ടാക്കി. സൂബ് സൂബ്. ടു വിങ്സ് പോപ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്സ് സൈഡ്സ്. അങ്ങനെ ആ സൗണ്ട് വന്നപ്പോൾ എന്തു പുറത്തേക്ക് വന്നു? രണ്ട് ചിറകുകൾ പുറത്തേക്ക് വന്നു, രണ്ട് സൈഡിലായിട്ട്. ക്ലൈംബ് ഓൺ മൈ ബാക്ക്, സെഡ് റോബോ. എൻ്റെ പുറകിൽ കയറിക്കോ എന്ന് പറഞ്ഞു. ഹോൾഡ് ഓൺ ടു മീ ടൈറ്റ്, ഹിയർ വി ഗോ. എന്നെ മുറുക്കി പിടിച്ചോ, നമ്മൾ പോവുകയാണ്. സൂം, റോബോ ഫ്യൂ അപ്പ് വിത്ത് ഡാനി. അങ്ങനെ റോബോ ഡാനിയെയും കൊണ്ട് പറന്നു. കണ്ടില്ലേ? ലിസൺ ടു എ ടീച്ചർ. റോബോ ആൻഡ് ഡാനി flew above the tree tops and houses. People were moving like small ants. അങ്ങനെ റോബോ ഡാനിയെയും കൊണ്ട് മരങ്ങൾക്ക് മുകളിലൂടെയും അതുപോലെ തന്നെ വീടുകൾക്ക് മുകളിലൂടെയുമൊക്കെ പറന്നു. അവർ പറക്കുമ്പോൾ ആളുകളെല്ലാം ചെറിയ ഉറുമ്പുകളെ പോലെയാണ് തോന്നിയത്. മുകളിലൂടെയാണ് അവർ പോകുന്നത് അല്ലേ? വി ആർ ഓൺ ദ ഹിൽ ടോപ്പ്, സെഡ് റോബോ. നമ്മളിപ്പോൾ മലയ്ക്ക് മുകളിലാണ്, ഹിൽ ടോപ്പിലാണ് എന്ന് റോബോ പറഞ്ഞു. He flew down slowly. They sat on a small rock there. അങ്ങനെ കുറച്ച് താഴേക്ക് പറന്ന് അവരൊരു റോക്ക്, കല്ലിന്മേൽ ഇരുന്നു. What will Danny and Robo see there? ഡാനിയും റോബോയും പറക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടത് മുകളിൽ നിന്ന്? The sun looked like a big red ball. സൂര്യൻ ഒരു വലിയ ചുവന്ന ബോൾ പോലെ തോന്നി. Birds were flying in the orange sky. പക്ഷികളെല്ലാം ആ ഓറഞ്ച് നിറത്തിലുള്ള ആകാശത്തിലൂടെ പറക്കുന്നു. വൗ അമേസിങ്, എക്സ്ക്ലെയിംഡ് ഡാനി. ഡാനിക്ക് അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം, ആശ്ചര്യം തോന്നി അല്ലേ? ദ റെഡ് ഗ്ലോ ഫ്രം ദ സൺ ഫെൽ ഓൺ ഹിം. സൂര്യൻ ചുവപ്പ് ബോൾ പോലെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു
പ്രകാശം അവരുടെ മേലും വീണു. ഡാനിയുടെ മേലും പതിച്ചു. ദ സൺ ടച്ച്ഡ് ദ സീ. ഇറ്റ് സ്ലോലി വെൻ ഡൗൺ. അങ്ങനെ സൂര്യൻ കടലിനെ തൊട്ട് അത് പതുക്കെ താഴ്ന്ന് തുടങ്ങി. ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്, റോബോ ഡിയർ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്. ഡാനി റോബോയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, റോബോ ഡിയർ, ഞാൻ ഈ ഒരു ഈവനിങ് ഒരിക്കലും മറക്കില്ല എന്ന്. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് മുൻപ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ലിസൺ ടു യുവർ ടീച്ചർ. ഡാനി ആൻഡ് റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ് വാച്ചിങ് ദ ഈവനിങ് സീ. റോബോയും അതുപോലെ തന്നെ ഡാനിയും ഹിൽ ടോപ്പിൽ ഇരുന്ന് ഈവനിങ് വൈകുന്നേരത്തെ കടൽ കാണുകയാണ്. ഡാനി, വാട്ട് ആർ യു തിങ്കിങ്? യു ഹാവ് വൺ മോർ വിഷ് റൈറ്റ്? ഡാനി, നീ എന്താണ് ചിന്തിക്കുന്നത്? നിനക്ക് മറ്റൊരു ആഗ്രഹം കൂടിയുണ്ട് ഇല്ലേ? മേ ഐ സേ ദാറ്റ്? ആസ്ക്ഡ് റോബോ. ഞാനത് പറയട്ടെ? ക്യാൻ യു? ആസ്ക്ഡ് ഡാനി. നിനക്കതിന് കഴിയുമോ എന്ന് റോബോയോട് ഡാനി ചോദിച്ചു. ലുക്ക് അറ്റ് മൈ സ്ക്രീൻ. The picture of a boat sailing in the sea appeared on the screen. You are right, റോബോ. അപ്പോൾ റോബോ പറയുകയാണ്, നീ എൻ്റെ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ഒരു പിക്ചർ കാണുന്നില്ലേ? ഒരു ബോട്ട് ഇങ്ങനെ പോകുന്നത് കടലിലൂടെ. അപ്പോൾ ഇതാണോ നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഡാനി പറയാണ്, ശരിയാണ് എന്ന്. ഗെറ്റ് അപ്പ്, ക്ലൈംബ് ഓൺ മൈ ബാക്ക്, സെഡ് റോബോ. എണീക്കെ, എൻ്റെ പുറത്ത് കയറ് എന്ന് റോബോ പറഞ്ഞു. ഇൻ എ മിനിറ്റ് they reached the seashore. ഒരു മിനിറ്റിനുള്ളിൽ അവർ കടൽ തീരത്തെത്തി. സീഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരം. വുർ വുർ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കി. റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. അങ്ങനെ റോബോ എന്തായി മാറി? ഒരു ബോട്ടായി മാറി. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ. അത് കടലിലേക്ക് ഇറക്കി. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്. അങ്ങനെ കടലിന് മുകളിലൂടെ വെള്ളത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതങ്ങനെ പോകുന്നു. കണ്ടില്ലേ? ലിസൺ ടു എ ടീച്ചർ. ബീപ് ബീപ്. സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്. പെട്ടെന്ന് റോബോയുടെ ലൈറ്റ് ഇങ്ങനെ മിന്നാനായിട്ട് തുടങ്ങി. റോബോ, വാട്ട്സ് ഹാപ്പനിങ്? ഡാനി ആസ്ക്ഡ്. റോബോ, എന്തു പറ്റി എന്ന് ഡാനി ചോദിച്ചു. ഹീ ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. അങ്ങനെ ബോട്ടിന് ഒരു ഇളക്കം വന്നതുപോലെ തോന്നി. വാട്ട് ഡസ് ദ ബീപ്പ് സൗണ്ട് മീൻ? ബീപ്പ് സൗണ്ട് എന്തുകൊണ്ടാണ് വന്നത്? ബീപ്പ് ബീപ്പ്. ഡാനി ഹിയർഡ് എ ബീപ്പിംഗ് സൗണ്ട്. ഡാനി ബീപ്പ് ബീപ്പ് എന്നുള്ളൊരു സൗണ്ട് കേട്ടു. റോബോ, വാട്ട് ഹാപ്പൻ? ഡാനി ആസ്ക്ഡ്. എന്തു പറ്റി? ഡാനി ചോദിച്ചു. ഹി ഡിഡിൻറ്റ് ആൻസർ. പക്ഷേ റോബോ മറുപടി ഒന്നും പറഞ്ഞില്ല. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽഡ് ബാക്ക് ടു ദ ഷോർ. ബോട്ട് തിരിച്ച് കരയിലേക്ക് വന്നു. ഐ ആം ടയേർഡ്, സെഡ് റോബോ. ഞാൻ ടയേർഡായി എന്ന് റോബോ പറഞ്ഞു. ഡാനി ഗോട്ട് ഡൗൺ. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗെയിൻ. ഡാനി താഴേക്ക് ഇറങ്ങി. റോബോ പിന്നെയും റോബോട്ടായി മാറി. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോട്ട് സ്ക്രീൻ. ഡാനി ഒരു മെസ്സേജ് കണ്ടു റോബോട്ടിൻ്റെ സ്ക്രീനിൽ. എന്തായിരുന്നു? ബാറ്ററി ലോ. റോബോട്ട് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് അല്ലേ? അപ്പോൾ ബാറ്ററി ലോ എന്നാണ്, ബാറ്ററി കുറവ് എന്നാണ് കാണിച്ചത്. ഹൗ വിൽ ഡാനി സേവ് റോബോ? എങ്ങനെയാണ് ഡാനി സേവ് ചെയ്യുന്നത്, റോബോയെ രക്ഷിക്കുന്നത്? ലിസൺ ടു യുവർ ടീച്ചർ. സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. സഡൻലി സിയ ഹിയർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹെർ മദേഴ്സ് മൊബൈൽ ഫോൺ. Robo is in danger. Robo is in danger. A voice is also heard from the phone. അപ്പോൾ സിയ റോബോട്ടിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ മൊബൈലിലേക്കൊരു മെസ്സേജ് വന്നത്. എന്തായിരുന്നു? റോബോ അപകടത്തിലാണ്, റോബോ അപകടത്തിലാണ് എന്നായിരുന്നു ഒരു വോയിസ് മെസ്സേജ് വന്നത്. വാട്ട് വിൽ സിയ ഡു നൗ? എന്തായിരിക്കും സിയ ഇപ്പോൾ ചെയ്യുക? അപ്പോൾ ഡാനിയുടെ കൂട്ടുകാരിയായിരിക്കും സിയ അല്ലേ? മോം, ഡാഡ്, റോബോ ഈസ് ഇൻ ട്രബിൾ. ഹെർ മദർ ചെക്ക്ഡ് ദ ഫോൺ ആൻഡ് സെഡ്. അപ്പോൾ അവൾ അമ്മയോടും അച്ഛനോടും പറഞ്ഞു റോബോട്ട് അപകടത്തിലാണ് എന്ന്. ഹെർ മദർ ചെക്ക്ഡ് ദ ഫോൺ ആൻഡ് സെഡ്. അപ്പോൾ അവളുടെ അമ്മ ഫോൺ ചെക്ക് ചെയ്തു. യു ആർ റൈറ്റ് സിയ, റോബോട്ട്സ് ബാറ്ററി ഈസ് ലോ. സിയ പറഞ്ഞത് ശരിയാണ്, റോബോയുടെ ബാറ്ററി ലോ ആണ്, കുറവാണ് എന്ന്. വേർ ഈസ് ഹീ നൗ? സിയ ആസ്ക്ഡ്. എവിടെയാണ് ഇപ്പോൾ അവനുള്ളത്? ലുക്ക്, റോബോ ഈസ് അറ്റ് ദ സീഷോർ നൗ.
ഡാഡ് സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു റോബോ ഇപ്പോഴുള്ളത് കടൽ തീരത്താണ്, കണ്ടില്ലേ, ഫോണിലെ സ്ക്രീനിൽ നോക്കിയിട്ട് പറഞ്ഞു. വാട്ട് വിൽ ദേ ഡു നൗ? അവർ ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുക? ലിസൺ ടു യുവർ ടീച്ചർ. സിയ ആൻഡ് ഹെർ പാരൻസ് ഹറീഡ് ടു ദ സീഷോർ. സിയയും പാരൻസും പെട്ടെന്ന് കടൽ തീരത്തെത്തി. ഡാനി വാസ് ക്രൈങ്. ഡാനി കരയുകയായിരുന്നു. റോബോ വാസ് ലൈങ് സ്റ്റിൽ. സിയ റാൻ അപ്പ് ടു റോബോ ആൻഡ് ഹഗ്ഡ് ഹിം. റോബോ ഇങ്ങനെ മയങ്ങിക്കിടക്കുകയായിരുന്നു. സിയ ഓടിച്ചെന്ന് റോബോയെ കെട്ടിപ്പിടിച്ചു. ഡോണ്ട് വറി, വി ക്യാൻ ചാർജ് റോബോ സൂൺ, ഹെർ ഫാദർ സെഡ്. വിഷമിക്കേണ്ട, നമുക്ക് റോബോയെ ചാർജ് ചെയ്യാമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞു. ഹൗ വിൽ ദേ ചാർജ് റോബോ? എങ്ങനെയായിരിക്കും അവർ റോബോയെ ചാർജ് ചെയ്യുക? ലെറ്റ്സ് റീഡ്. സിയാസ് ഫാദർ കണക്റ്റഡ് ദ ചാർജർ ടു ഹിസ് കാർ. സിയയുടെ അച്ഛൻ ആ ചാർജർ തൻ്റെ കാറിനോട് കണക്റ്റ് ചെയ്തു. ആൻഡ് ദേ വെയിറ്റഡ് ദർ, ചാർജിങ് കംപ്ലീറ്റ്. അങ്ങനെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ചാർജിങ് കംപ്ലീറ്റ് എന്ന് കാണിച്ചു. റോബോസ് സ്ക്രീൻ ബ്ലിങ്ക്ഡ്. അപ്പോൾ റോബോയുടെ സ്ക്രീൻ ഇങ്ങനെ മിന്നി. ഹായ്, ഐ ആം ഓൾ റൈറ്റ് സെഡ് റോബോ. ഹായ്, ഞാൻ ഓൾ റൈറ്റ്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് റോബോ പറഞ്ഞു. സിയാസ് ഫാദർ ഡ്രോവ് ഡാനി ആൻഡ് റോബോ ബാക്ക് ടു ദെയർ ഹോം. അങ്ങനെ സിയയുടെ അച്ഛൻ ഡ്രൈവ് ചെയ്ത് ഡാനിയെയും അതുപോലെ തന്നെ റോബോയെയും അവരുടെ വീട്ടിലെത്തിച്ചു. ഹായ്, വി ആർ ബാക്ക് ഹോം സെഡ് റോബോ ടു ഡാനി. ഹായ്, നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി എന്ന് റോബോ ഡാനിയോട് പറഞ്ഞു. താങ്ക് യു സിയ. ഡാനി സ്മൈൽഡ് അറ്റ് ഹെർ താങ്ക്ഫുള്ളി. അപ്പോൾ സിയയാണ് ഇതൊക്കെ ചെയ്തത് അല്ലേ? അപ്പോൾ സിയയോട് അവർ നന്ദിയോടുകൂടി നോക്കി ചിരിച്ച് താങ്ക് യു പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലേ? ലെറ്റ്സ് സിംഗ് ഫ്രണ്ട്സ് ഫോർ എവർ. എല്ലായ്പ്പോഴും എല്ലാ കാലവും കൂട്ടുകാർ. യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ ഈവൻ വെൻ ഐ ആം ഫാർ ഫ്രം യു. നീ എപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്, സത്യസന്ധവും അതുപോലെ തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ഫ്രണ്ട്, ഞാൻ എത്ര അകലെയായിരുന്നാലും. വെൻ ഐ നീഡ് ഹെൽപ്പ് യു ആർ ദർ ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നീ അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും, എന്നെ നോക്കി എനിക്ക് സ്നേഹവും അതുപോലെ തന്നെ കരുതലും ഒക്കെ തന്ന്. യു ആർ ഓൾവേസ് ക്ലോസ് ആൻഡ് കൈൻഡ് കീപ്പിംഗ് മീ എവർ ഇൻ യുവർ മൈൻഡ്. നീ എപ്പോഴും എൻ്റെ അരികെയും അതുപോലെ തന്നെ വളരെ കൈൻഡ് കരുണയുള്ളവളും ഒക്കെ ആയിരിക്കും അല്ലേ? എ ഫ്രണ്ട് ലൈക്ക് യു ഇൻ സച്ച് എ ട്രഷർ ബീയിങ് വിത്ത് യു ഈസ് എ പ്ലഷർ. നിന്നെപ്പോലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ട്രഷറാണ്, ഒരു നിധിയാണ്. നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പാടുന്നതാണിത്. തന്നിരിക്കുന്ന കുറച്ച് സെൻറ്റൻസിൽ നിന്നും ഡാനിയാണോ റോബോയാണോ അത് പറയുന്നത് എന്ന് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് എഴുതണം. വെൻറ്റ് ടു സ്കൂൾ. ഡാനി സ്കൂളിലേക്ക് പോയി. ചേഞ്ച്ഡ് ഇൻ ടു എ വീൽ ചെയർ. വീൽ ചെയറായി ചേഞ്ച് ചെയ്തു, അത് റോബോ. ഇനി ബാക്കിയുള്ള സെൻറ്റൻസും ആരാണ് എന്ന് നോക്കാം. വെൻറ്റ് ടു സ്കൂൾ എഴുതി അല്ലേ? ടുക്ക് ഡാനി ടു ദ ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പിലേക്ക് ഡാനിയെയും കൊണ്ടുപോയത് ആരാണ്? റോബോ. അപ്പോൾ റോബോയുടെ അവിടെ എഴുതണം. ചേഞ്ച്ഡ് ഇൻ ടു എ വീൽ ചെയർ. വീൽ ചെയറായി മാറിയത് റോബോ. 2 വിങ്സ് കെയിം ഔട്ട് ഫ്രം ദ സൈഡ്സ്. 2 ചിറകുകൾ വന്നത് റോബോ. സെയിൽഡ് ഓൺ ദ ബോട്ട്. ബോട്ടിൽ യാത്ര ചെയ്തത് ഡാനി. വെൻറ്റ് ടു സീ ദ മാജിക് ഷോ. മാജിക് ഷോ കാണാൻ പോയതാരാണ്? ഡാനി അല്ലേ? ടുക്ക് ദ ബോൾ ഫോർ ദ ചിൽഡ്രൻ. അതും റോബോ. കുട്ടികൾക്ക് ബോൾ എടുത്തു കൊടുത്തത് റോബോ ആയിരുന്നു അല്ലേ? താങ്ക്ഡ് സിയ. സിയയ്ക്ക് താങ്ക്സ് പറഞ്ഞത് ഡാനി. Okay dears, study well. See you in next class. Thank you.